സാർ സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. മാനുവല്ലേ സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണമുണ്ട്. തനിക്ക് പേടി തോന്നുന്നുണ്ടോ? ഏയ് പേടിയുണ്ടായിട്ടൊന്നുമല്ല, തടി കൂടിയത് കൊണ്ട് പഴയതുപോലെ ഓടാൻ പറ്റില്ല, അതുകൊണ്ടാണ്. സാർ സ്വർണം കെട്ടത് ആരാണ്? കോൺഗ്രസ് ആണ് അയ്യപ്പ. നടക്കാത്ത കാര്യത്തിന് വെറുതെ ഇങ്ങനെ ഉടച്ചു തീർക്കണോ തേങ്ങ? ഞാൻ വിളിച്ചുതരാം. ചുരുക്കത്തില് നാട്ടുകാരെ കൊണ്ട് എന്റെ അമ്മയ്ക്ക് പറയിപ്പിക്കില്ല നിങ്ങൾ ഈ ചെയ്യണം. സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. അളിയന്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ തരുമോ? എന്തിനത്? കണ്ടോണ്ടിരിക്കാനാ, എനിക്ക് പണിയൊന്നുമില്ലല്ലോ. കോൺഗ്രസ് ആണ് അയ്യപ്പ. സാർ ഇവിടെ കുടം മുഴുവൻ സ്വർണം കെട്ടത് ആരാണെന്നല്ലോ സാർ. സാർ സോണിയാഗാന്ധിയെ സംബന്ധിച്ചിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ അവര്. നിന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. മോന്ത കണ്ടില്ല, ഒരൊറ്റ പൊട്ടിക്കില്ലെന്നുണ്ടല്ലോ. സോണിയാഗാന്ധിയെ 2 പ്രാവശ്യം സ്വർണം കെട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ സാർ. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. എടാ, നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചുവിട്ടിരിക്കുന്നത്. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. ഇവനറിയത്തില്ല, ഭയങ്കര ധൈര്യശാലി. ആൺകുട്ടികളായാലും അങ്ങനെ വേണം. സോണിയാഗാന്ധിയെ പറ്റി എന്താ പറയാത്തത്? സോണിയാഗാന്ധിയെ പറ്റി പറ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 പ്രാവശ്യം പോയില്ലേ? അവിടെ കയ്യിൽ കെട്ടിക്കൊടുത്തില്ലേ സ്വർണം? പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയതിന്റെ ഉദ്ദേശം? ആ സ്വർണം എവിടുത്തെ സ്വർണം? സോണിയാഗാന്ധിയെ പറ്റി പറ. കോൺഗ്രസ് നേതാക്കളെ പറ്റി പറ. എന്നാൽ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും. സാർ തീർന്നില്ല സാർ, വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്ങനെ താൻ ഇത് ഏത് ലോകത്താ? അതൊന്നും നടപ്പുള്ള കാര്യമല്ല.